എന്താ നിർത്തിക്കളഞ്ഞത്? കുറെ കൂടി ശക്തിയിൽ അലറി വിളിക്കായിരുന്നില്ലേ? വിളിക്കേ, കഴിയാവുന്നത്ര ഉച്ചത്തിൽ നീ അലറി വിളിക്കേ. പക്ഷെ നീ എത്ര ഉച്ചത്തിൽ കൂവി വിളിച്ചാലും രക്ഷിക്കാൻ ആരും വരില്ല. ആരും. അത് പ്രതീക്ഷിച്ച് നീ നിൽക്കും വേണ്ട. അഥവാ ആരെങ്കിലും വന്നാൽ പോലും എന്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല. അതിന് എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിൽ പോലും. ഓർത്തോ? എത്ര നാൾ അച്ഛൻ എന്നെ ഇവിടെ ഇങ്ങനെ പൂട്ടിയിടാൻ പറ്റും? നീ മര്യാദയ്ക്ക് ജീവിക്കുന്നു എനിക്ക് ബോധ്യാവുന്നവരെ. എന്താ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണോ നിന്റെ ഈ ചിരിയുടെ അർത്ഥം? എങ്കിലെല്ലാവർക്കും കൂടി ഇങ്ങനെ തന്നെ കഴിയാം, മരണം വരെ. അപ്പൊ സന്തോഷാവില്ലേ നിനക്ക്? ഒച്ച വെച്ച് ഇനിയും മിടുക്കിയാവാനാണ് ശ്രമമെങ്കിൽ ഓർത്തോ, അതിനൊക്കെയുള്ള പണി എനിക്കറിയാം. എന്താ ജോ, നീ പോയിട്ടെന്തായി? വിജയും ഗീതയും കണ്ടോ? ആ കണ്ടു. അവർക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി. പിന്നെന്താ വിജയും ഗീതയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അത് വെറുതെ സ്വിച്ച് ഓഫ് ചെയ്തേ ഉള്ളൂ. വെറുതെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവോ? ജോ, നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞത് സത്യമാണ് ടീച്ചറെ. അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ എല്ലാവരുടെയും ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നാ എന്റെ ചോദ്യം. നീ അതേക്കുറിച്ച് വിജയോട് ചോദിച്ചോ? ചോദിച്ചു. ഞാൻ പിന്നെ ചോദിക്കാതിരിക്കോ? അപ്പൊ എന്താ പറഞ്ഞേ? അത് പിന്നെ ആദ്യം അങ്കിൾ എന്റെ ചോദ്യത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ വിടുവോ? എന്താ കാര്യമെന്ന് വീണ്ടും ചോദിച്ചപ്പോ ആള് സത്യം പറഞ്ഞു. മോളുമായിട്ട് വിജയങ്ങളൊന്ന് പിണങ്ങി. അതിന്റെ വാശിക്ക് ആ കുട്ടി ഫോൺ എന്തോ നിലത്തെറിയോ മറ്റോ ചെയ്തു അത്രേ. അതിന്റെ ദേഷ്യത്തില് ഇനി ഈ വീട്ടില് ആരും ഫോൺ യൂസ് ചെയ്യണ്ടെന്നും പറഞ്ഞ് അങ്കിള് തന്നെ എല്ലാവരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അത്രേ ഉള്ളു കാര്യം. മമ്മിയെ നാളെ വിളിക്കാന്ന് അങ്കിള് പ്രത്യേകം പറയാൻ പറഞ്ഞു. വിജയ് ഇത്ര സീരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അപ്പുവായിട്ട് നടന്നത് ഒരു നിസ്സാര വഴക്കാവില്ല. നീ അതേക്കുറിച്ചൊന്നും അങ്കിളിനോട് ചോദിച്ചില്ലേ? ഇല്ല, ഇങ്ങോട്ടൊന്നും പറയാത്ത സ്ഥിതിക്ക് എന്താ വഴക്കിന് കാരണമെന്ന് ഞാനായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. വെറുതെ ഒരു കാഷ്വൽ വിസിറ്റ് എന്ന മട്ടിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോന്നു. എന്നാൽ ഇവർക്കൊക്കെ എന്താ പറ്റിയത്? എന്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോ അപ്പുവുമായി വഴക്കുണ്ടാക്കിയത് മാത്രമായിരിക്കില്ല പ്രശ്നം. വിജയുടെയും മുരളിയുടെയും കുടുംബങ്ങൾ തമ്മില് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളോട് മുരളി ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. മമ്മിയോട് ഞങ്ങൾ പറഞ്ഞത് അത് കുട്ടികൾ തമ്മിലുള്ള എന്തോ ഇഷ്യൂ ആണെന്നല്ലേ? അത് ചിലപ്പോ കുറച്ചുകൂടി വഷളായിട്ടുണ്ടാവും. ഇന്നത് രണ്ട് ഫാമിലികൾ തമ്മിൽ ഒരു അകൽച്ചയിലെത്താനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. അതാവും മുരളി അങ്കിൾ അങ്ങനെ സംസാരിച്ചത്. ഏതായാലും മമ്മി ടെൻഷൻ ആവണ്ട. നമ്മൾ പേടിച്ചതുപോലെ അത്ര സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല. അല്ല, ഇതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാ. എനിക്കറിയാവുന്ന വിജയും മുരളിയും അത്ര നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി പിരിഞ്ഞ് കഴിയുന്നവരല്ല. ഗീതയുടെയും അശ്വതിയുടെയും കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാ. എന്നാലും എന്തായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചത്? എന്ത് കഷ്ടം ഇതൊക്കെ. എന്റെ ടീച്ചറെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില പൊട്ടിത്തെറികളും സൗന്ദര്യ പിണക്കമൊന്നും ഇല്ലെങ്കിൽ
പിന്നെന്താ ഫ്രണ്ട്ഷിപ്പിനൊരു സുഖമുള്ളത്? ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും മിനിമം പിണങ്ങില്ലേ? എന്നുവെച്ച് നമ്മൾ തമ്മിൽ വല്ല ശത്രുതയുണ്ടോ? അതുപോലെ തന്നെയാവും അവരുടെ പിണക്കവും. അതൊന്നും നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ശരിയാവുന്നേ. മമ്മി അതേക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ പോയി കിടക്കാൻ നോക്ക്. ചെല്ല്. അപ്പുൻ്റെ ഗീതാൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവിടെ നീ അങ്കിൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമോ? അല്ലെങ്കിൽ രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ലല്ലോ. അങ്കിളിനെ വിളിച്ചു നോക്കാം. The number you are trying to reach is currently switched off. മാളു, എങ്ങോട്ടാ വാലെ തീ പിടിച്ച പോലെ? എനിക്കൊന്ന് പുറത്തു പോകണം. വേണ്ട, ഒരിടത്തേക്ക് നീ ഇപ്പൊ പോകണ്ട. പോകുന്നതും വരുന്നതും ഒക്കെ മതിയായി ഇവിടെ ഉള്ളവർക്ക്. മുത്തശ്ശി, ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരാം. വേണ്ടെന്നേ, ഈ മുറി വിട്ട് നിന്നെ എങ്ങോട്ടും വിട്ടേക്കരുതെന്ന് മുരളി എന്നെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. ഇനി അഥവാ പോയേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ പറഞ്ഞാ മതി. എവിടെയാണെങ്കിലും ഞാൻ കൂടി വരാം. എനിക്ക് ആരുടെ എസ്കോട്ടൊന്നും വേണ്ട. തനിച്ചു പോവാൻ എനിക്കറിയാം. കൊച്ച, മര്യാദക്ക് പറയുന്ന കേട്ടോണം. പുന്നരിക്കാനും കൊഞ്ചിക്കാനും മാത്രമല്ല എനിക്കറിയാവുന്നേ. അനുസരണക്കേട് കാണിച്ചോ നല്ല പിടവെച്ച് കയറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അശ്വതിയുടെ അനുവാദമില്ലാതെ നീ ഈ വീടിന് പുറത്തു പോകാൻ നോക്കിയ മുട്ടുകോല് തല്ലി ഒടിച്ചോളാനാ മുരളി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് നീ വെറുതെ കത്തിവേഷം എടുപ്പിക്കല്ലേ മാളൂ. തല്ലുവോ? എന്നെ തല്ലുവോ? തല്ലുവോന്ന് എങ്ങൊന്ന് കാണണല്ലോ. തല്ല്, തല്ലെന്നെ. തല്ലി കൈയും കാലും ഒടിക്ക്. എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. മാളു, എന്താ എന്താ ഇതൊക്കെ? ആരോടോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അശ്വതിയെ, മോളുടെ പോക്കിപ്പ എങ്ങോട്ടാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? വിവരവും വിദ്യാഭ്യാസവും കൂടിപ്പോയതിന്റെ കുഴപ്പമായത്. നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിലേ പൊന്നുമോളുടെ കൈ എന്റെ ദേഹത്ത് വീണേനെ. അനുഭവിച്ചോ? നേരത്തിനും കാലത്തിനും ചോറ് മാത്രം ഊട്ടി വളർത്തിയാ പോരാ, നല്ല ചൊല്ലും തല്ലും കൊടുത്ത് വളർത്തണം പെൺപിള്ളാരെ. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കടിച്ച് വളർത്തണോന്ന് കാരണവന്മാര് പറയുന്നത് വെറുതെ അല്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തു ഭാവിച്ച മാളു ഇങ്ങനെയൊക്കെ? ഒരു തരത്തിലും നീ ഞങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നതാണോ നിന്റെ ഉദ്ദേശം? അത് തന്നെ എനിക്ക് അമ്മയോടും ചോദിക്കാനുള്ളത്. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന്? എന്നെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്ത് കാവൽ ഏർപ്പെടുത്തിയാലേ അച്ഛനും അമ്മയ്ക്ക് സമാധാനാവുള്ളോ? ഇങ്ങനെ മുറിയിൽ പൂട്ടിയിട്ട് വളർത്താൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതുകൂടി ഒന്ന് പറഞ്ഞാ കൊള്ളാം. എന്താ ചെയ്തത് നിനക്കറിയില്ലേ? ആ VPയുടെ മുടിഞ്ഞ സന്താനമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ടെന്ന് നിന്നോട് ഞങ്ങൾ എത്ര തവണ പറഞ്ഞു. എന്നിട്ട് അതിന് തരുമെങ്കിലും നീ വില കൽപ്പിച്ചോ? അപ്പുമായിട്ട് ഞാനൊന്ന് മിണ്ടുകയോ അടുത്തിടപഴകുകയോ ഒക്കെ ചെയ്താൽ എന്ത് കുഴപ്പമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നേ? അമ്മേ, ഞാൻ എന്തുകൊണ്ടാണ് അപ്പുവിന്റെ ഒപ്പം നിൽക്കുന്നതെന്ന് കാര്യകാരണ സഹിതം ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങുന്നത് എന്ത് കഷ്ടമാണ് അമ്മേ. അച്ഛന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കാരണം അപ്പുവിന്റെ വീട്ടില് എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. അവിടെ വിളിച്ചിട്ട്
എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫാ. എന്താ കാര്യം അന്വേഷിക്കാനാ ഞാൻ പോകുന്നേ. പ്ലീസ് അമ്മ, എന്നെ തടയരുത്. വേണ്ട മാളു, നീ ഇപ്പൊ എങ്ങോട്ടും പോവണ്ട. അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നീ വെറുതെ അതിലൊന്നും ഇടപെടാൻ പോവണ്ട. അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല. അച്ഛന് മാത്രമല്ല, ഞങ്ങൾക്കും. ഇനി പോയി അന്വേഷിച്ചാൽ നിനക്ക് തൃപ്തിയാവുന്നുണ്ടെങ്കിൽ ഇപ്പോയ്ക്കോ. പക്ഷേ നിന്റെ അച്ഛനും കൂടെ വന്നിട്ട് മതി. പറഞ്ഞല്ലോ, മുരളിയുടെ അനുവാദമില്ലാതെ നിന്നെ എങ്ങോട്ടും വിടരുതെന്ന് കർശനമായിട്ട് ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഇനി നിനക്ക് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി അവരുടെ ക്ഷേമം അന്വേഷിച്ചേ ഇരിക്കപ്പുറത്ത് കിട്ടുകയുള്ളെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ വരുമ്പോ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. ഞങ്ങൾക്കൊരു പരാതിയില്ല. അല്ലാതെ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടി കിടക്കാന്ന് പൊന്നുമോള് വിചാരിക്കണ്ട. എനിക്ക് പോണ്ടെങ്കിലോ? അവിടേക്കെന്നല്ല, ഇനി ഒരിടത്തേക്കും ഈ വീട് വിട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവരുടെയും സംശയവും പേടിയൊക്കെ അവസാനിക്കുമല്ലോ. മാളു, അതെ, മാളു തന്നെയാ പറയുന്നേ. ഇനി നിങ്ങളൊക്കെ എത്ര എന്നെ നിർബന്ധിച്ചാലും ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ട് പോയില്ല. അപ്പൂന്നല്ല, ആരോടും ഒരാളോട് പോലും മിണ്ടില്ല. ഇനി ആരും എനിക്ക് വേണ്ടി ഇവിടെ കാവലിരിക്കണമെന്നില്ല. എല്ലാരും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മാളു, ഡേ, ഡേ, മാളു, എടി കഥക് തുറക്കാൻ. മാളു, ഈശ്വര, എന്റെ കുഞ്ഞിന് വല്ല അബദ്ധവും കാണിക്കുമെന്തോ. നീ ഒന്ന് ചുമ്മാ ഇരിക്ക അശ്വതി. ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലേ ഒടുവിൽ ഒളിക്കാൻ കാട് കാണില്ല. പറഞ്ഞേക്കാം. നീ ഇങ്ങോട്ട് മാറിക്കേ, നോക്കട്ടെ. ആ, ദേ, നീ ഇങ്ങോട്ട് വന്നേ. എന്താമേ? നീ അവളുടെ മട്ടും മാതിരിയൊക്കെ ശ്രദ്ധിച്ചോ? കൊച്ചിനെന്തോ കാര്യമായിട്ടുള്ള കുഴപ്പം പറ്റിയിട്ടുണ്ട്. അത് ഉറപ്പാ. കുഴപ്പോ? എന്തു കുഴപ്പം? ഞാനോ നീയോ ഒന്ന് തറപ്പിച്ച് നോക്കിയാ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കൊച്ചായിരുന്നില്ലേ? ഇതിപ്പോ മുടി അഴിച്ചിട്ട് ഭദ്രകാളിയെ പോലെ അറുകൊല തുള്ളണമെങ്കിൽ കുഴപ്പമല്ലാതെ പിന്നെന്താ? ഇത് സംഗതിയെ മറ്റേതാ. കടുത്ത രീതിയിൽ തന്നെയുള്ള പ്രയോഗമാ ചെയ്തിരിക്കുന്നത്. അതുറപ്പാ. മറ്റേതോ? അമ്മ കാര്യം എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ഇടി മോളെ കൈവശം. ആ പണിക്കരുടെ മോള് നമ്മുടെ കൊച്ചിന് കാര്യമായിട്ടെന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതിന്റെയാ അവക്ക് ഈ മനസ്സിളക്കം. അമ്മ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു കൈവശവും കൂടോത്രവും. അല്ലെങ്കിലും VP-ഏട്ടനും ഫാമിലിയൊന്നും അത്രക്കാരല്ല. പണിക്കരും അയാളുടെ പെമ്പറ നോത്തി അതൊന്നും ചെയ്യില്ലായിരിക്കും. ചെയ്തതന്ന് അശൂലം പിടിച്ച പെണ്ണാണെങ്കിലോ? അല്ലെങ്കിലും ഇത്തരക്കാർക്കൊക്കെ ഇതിന്റെ പ്രയോഗം ഉണ്ടെന്നാ കേൾക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മാളു ഇങ്ങനെ ആളും തരവും നോക്കാതെ പെരുമാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ സംശയിക്കണ്ട, ഇത് അത് തന്നെ. കാന്തം ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുത്തേക്കാ നമ്മുടെ കൊച്ചിനെ. അല്ലെങ്കിൽ കൂട്ടുകെട്ടും കമ്പനിയൊക്കെ മതിയാക്കിയ മാളു എന്തിനാ പിന്നെ അവളൊന്നും പറഞ്ഞ് ചാകാൻ നടക്കുന്നത്? ഇത് നമ്മുടെ കൈ കൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല മോളെ. ഈശ്വര, ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ? അവളുടെ രീതിയും പറച്ചിലൊക്കെ കേട്ടിട്ട് എനിക്കാകെ പേടിയാവും നമ്മെ. നീ വിഷമിക്കാതെ, നാളെ തന്നെ ഞാൻ പോയി നമ്മുടെ കൃഷ്ണൻ കണിയാനെ ഒന്ന് കാണാം. അങ്ങേരുടെ കയ്യില് ഇതിന് തക്കതായ എന്തെങ്കിലും പ്രതിവിധി കാണാതിരിക്കില്ല. ആ പിന്നെ മുരളി വരുമ്പോഴേ നീ ഉടനെ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ എന്തിനാ ആ പാവത്തിനെ കൂടെ വിഷമിപ്പിക്കുന്നേ? ഏതായാലും ഞാനൊന്ന് പോയി പ്രശ്നം വെപ്പിച്ചിട്ട് വരട്ടെ, എന്നിട്ട് പറഞ്ഞാ മതി. എന്റെ ഭഗവതി, എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു. ഓരോ ഗ്രഹപ്പിഴകൾ വന്നുപോയ എന്തു പറയാനാ? മമ്മി, ഞാൻ ഇറങ്ങുവാ. ആഹാ, നീ റെഡിയായോ? ഇന്ന് നേരത്തെയാണല്ലോ. ഇന്ന് OT ഡ്യൂട്ടിയാണ് മമ്മി. അപ്പൊ നീ വരാൻ ലേറ്റ് ആവുമല്ലേ? മിക്കവാറും. എന്താ മമ്മി? ഏയ് ഒന്നുമില്ല. ഞാനും ഒന്ന് പുറത്തു പോയാലോന്ന് വിചാരിക്കാം. എവിടേക്കാ മമ്മി? ചർച്ചിലൊന്ന് പോണം. ഇന്നലെ നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മനസ്സിനാകെ ഒരു സുഖമില്ല. കുറച്ചു നേരം പള്ളിയിൽ പോയി ഇരിക്കാന്ന് കരുതി. നീ വരാൻ ലേറ്റ് ആവുമെങ്കിൽ പറ്റിയ വിജയുടെ വീട്ടിലൊന്ന് കയറണം. അത് വേണ്ട മമ്മി. മമ്മി ഇപ്പൊ അവിടേക്ക് പോണ്ട. അതെന്താ? അത് വേണ്ട മമ്മി, ശരിയാവില്ല. അതെന്താ? ഞാൻ ചെല്ലുന്നത് വിജയ്ക്കും ഗീതയ്ക്കും ഇഷ്ടാവില്ലെന്ന് കരുതിയാണോ നീ വേണ്ടാന്ന് പറയുന്നത്? അതൊന്നും സാരമില്ല.
ജോ, അവരുടെ സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോന്ന് നോക്കാമല്ലോ. മമ്മി, അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ പിന്നെ മമ്മിയെ കൂടുതൽ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനൊന്നും തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മമ്മി വിചാരിക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡാ ഇപ്പൊ ആ വീട്ടിലെ അവസ്ഥ. വിജയങ്ങൾ ആകെ അബ്നോർമലായിട്ടാ ഇന്നലെ എന്നോട് ബിഹേവ് ചെയ്ത്. എന്നോട് മാത്രമല്ല, ടോട്ടലി ആളിപ്പോ അങ്ങനെ ഒരു അവസ്ഥയില്ല. എന്താ പറയുക, ഈ ബുദ്ധിഭ്രമം ബാധിച്ചതുപോലുള്ളൊരു ബിഹേവിയർ. കർത്താവേ, നീ എന്തായി പറയുന്നേ? വിജയ്ക്ക് എന്താ പറ്റിയത്? ഇന്നലെ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഗേറ്റ് അകത്തു നിന്നും സെപ്പറേറ്റ് ഒരു പൂട്ടൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അകത്ത് ആളെനൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. പുറത്തുനിന്ന് കുറേ പ്രാവശ്യം വിളിച്ചിട്ടും ആരുടെയും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. രണ്ടും കൽപ്പിച്ച് ഞാൻ മുരളി അങ്ങളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ അപ്പൂൻ്റെ സഹായിക്കണേ എന്നുള്ള വിളി കേട്ടു. ആ കുട്ടിയെ ആരോ റൂമിൽ ലോക്ക് ചെയ്തിരിക്കുകയാണെന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. വല്ല കള്ളന്മാരോ അക്രമികളോ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ എന്നായിരുന്നു എൻ്റെ ഭയം. എന്താണെന്നറിയാൻ ഞാൻ ഗേറ്റ് ചാടിക്കിടക്കാൻ തുടങ്ങുമ്പോൾ അകത്തു നിന്നും വിജയങ്ങൾ ഇറങ്ങി വന്നു. നമ്മള് ഇതിനു മുമ്പ് കണ്ടൊരു വിജയ് പണിക്കരെ ആയിരുന്നില്ല മമ്മി അത്. അപ്പോ അപ്പൂനെ മുറിയിൽ പൂട്ടിയിട്ടത് വിജയ് തന്നെയായിരുന്നോ? അപ്പൂനെ മാത്രമല്ല, അങ്കിളിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവര് 3 പേരും ആ വീട്ടിൽ സ്വയം തടവിലാക്കപ്പെട്ടിരിക്കുകയാണെന്നാണ്. എന്നെ അകത്ത് കയറാൻ പോലും ആ മനുഷ്യൻ അനുവദിച്ചില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളോടെന്ന പോലെയായിരുന്നു ആ മനുഷ്യന്റെ പെരുമാറ്റം. കർത്താവേ, എന്തൊക്കെ ജോ നീ പറയുന്നേ? വിജയ് അങ്ങനൊക്കെ ചെയ്യുവോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയാൾക്കിത് എന്ത് പറ്റിയതാവും? വിജയ് നിന്നെ തിരിച്ചറിഞ്ഞില്ലേ? നിന്നോടൊന്നും സംസാരിച്ചില്ലേ? സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ മമ്മി, ആ സംസാരവും പെരുമാറ്റവും ഒന്നും നമുക്ക് പരിചയമുള്ളൊരു വിജയ് പണിക്കരുടേതായിരുന്നില്ല.